ഇന്ന് നമ്മൾ ഒരു വ്യക്തിയുടെ അനുഭവയാത്രയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഒരുപാട് പ്രാരാബ്ധങ്ങളിൽ നിന്ന് അവിടുന്ന് സാമ്പത്തിക ഭദ്രതയിലേക്കും ഒരു സംതൃപ്തിയിലേക്കും എത്തിയ ഒരാളുടെ കഥ. നമ്മൾ ജാല ശ്രീനിവാസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഭവാനി എന്നിവരുടെ കഥയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റീജ്, വിന്നിംഗ് ടീം ഇവയൊക്കെയായി ബന്ധപ്പെട്ടുള്ള അവരുടെ വളർച്ച. ശരിയാണ്. ഈ അനുഭവം ഒരുപാട് പേർക്കൊരു പ്രചോദനമായേക്കാം. നമുക്കിതിനായി കിട്ടിയിരിക്കുന്നത് ഒരു യൂട്യൂബ് അഭിമുഖമാണ്. അതിൽ ജാല ശ്രീനിവാസ് തന്നെ സംസാരിക്കുന്നുണ്ട്. തന്റെ ഗ്രാമീണ പശ്ചാത്തലം, പിന്നെ ഈ കടബാധ്യതകൾ, ജോലിയില്ലാത്ത അവസ്ഥയുടെ ആ ഒരു സമ്മർദ്ദം. ഉടനെ വെസ്റ്റീജ് എന്ന അവസരം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയത് എന്നൊക്കെ അദ്ദേഹം വിശദമായി പറയുന്നു. ഭാര്യ ഭവാനിയുടെ പങ്കും ഇതിൽ വലുതാണല്ലേ? തീർച്ചയായും. ആ പിന്തുണ വളരെ പ്രധാനമായിരുന്നു എന്ന് അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാണ്. ശരി. അപ്പോ ഈ അഭിമുഖം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഈ ഒരു ആശയം, പിന്നെ വെസ്റ്റീജ്, വിന്നിംഗ് ടീം പോലെയുള്ള സിസ്റ്റംസ്, ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയൊരു മാറ്റം കൊണ്ടുവരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കഥയിലൂടെ പോകുമ്പോൾ ഒരുപക്ഷേ നമുക്കും നമ്മുടെ അവസരങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ചില പുതിയ ചിന്തകൾ കിട്ടിയേക്കാം. ശരി, നമുക്ക് ആഴത്തിലേക്ക് പോകാം. തുടങ്ങാം. അപ്പൊ ആദ്യം ജാലശ്രീനിവാസിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. സിദ്ദിപേട്ട് ജില്ലയിലെ എലിക്കൽ എന്ന ഒരു ചെറിയ ഗ്രാമം. ഒരു സാധാരണ കർഷക കുടുംബം. അതെ. 6 പേരുണ്ട് വീട്ടിൽ. ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് കൃഷിഭൂമിയിൽ നിന്നാണ്. അപ്പൊ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട സാഹചര്യമല്ല. അല്ല, പഠിക്കാൻ മിടുക്കനായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ മുന്നോട്ട് പഠിക്കാനുള്ള ആ ഒരു തടസ്സം അത് പണമായിരുന്നു. അതെ, ആ പ്രായത്തിലെ സാഹചര്യങ്ങളാ അത് നമ്മൾ ഓർക്കണം. 9ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷന് പോലും വീട്ടിലെ അവസ്ഥ കാരണം ഒരു കമ്പനിയിൽ ജോലിക്ക് പോകേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും ചെറുപ്പത്തിലെ? അതെ. പിന്നെ ഡിഗ്രിക്ക് ചേർന്നത് തന്നെ ഗവൺമെന്റ് കോളേജിലാണ്. കാരണം പ്രൈവറ്റ് കോളേജിലെ ഫീസ് താങ്ങാൻ പറ്റില്ലായിരുന്നു. ശരി. ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടി കുടുംബത്തെ രക്ഷിക്കണമെന്ന്. ആ ഒരു ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി അല്ലേ ഡിഗ്രി സമയത്ത്? അതെ, ആ സമയത്താണ് സഹോദരിമാരുടെ വിവാഹം, പിന്നെ ഉണ്ടായിരുന്ന ചെറിയ വീടൊന്ന് പുതുക്കിപ്പണിയാനുള്ള ശ്രമം. ഇതെല്ലാം വലിയ കടബാധ്യതകളിലേക്കാണ് ആ കുടുംബത്തെ കൊണ്ടുപോയത്. ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപയുടെ കടം. 20 ലക്ഷം? അതൊരു വലിയ തുകയാണല്ലോ, പ്രത്യേകിച്ചും ആ സാഹചര്യത്തിൽ. തീർച്ചയായും. ആ പ്രായത്തിലുള്ള ഒരാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഭാരം. സ്വാഭാവികമായും വലിയ മാനസിക സമ്മർദ്ദമുണ്ടായി കാണും. അതെ. പഠനം കഴിഞ്ഞിട്ടും നല്ലൊരു ജോലി കണ്ടെത്താനായില്ല. പലയിടത്തും ചെറിയ ശമ്പളത്തിന് ജോലി നോക്കി. ഒരു കോഴി ഫാമിൽ പോലും 6 മാസം ജോലി ചെയ്തുവെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ കടം വീട്ടാനോ അല്ലെങ്കിൽ ജീവിതമൊന്ന് കരകയറ്റാനോ ഒന്നിനും തികഞ്ഞില്ല. ഒരു തരം നിസ്സഹായ അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. അതെ, അവിടെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, കൂടെ ജോലി ചെയ്തിരുന്ന മമത മേഡം, ഒരു ദിവസം വിളിക്കുന്നു, വീട്ടിലേക്ക് വരാൻ പറയുന്നു. ഒരു നല്ല അവസരമുണ്ട്, പരിചയപ്പെടുത്താമെന്ന് മാത്രം പറഞ്ഞു. അപ്പോ എന്താണെന്ന് കൃത്യമായി പറഞ്ഞില്ല? ഇല്ല. അവിടെ ചെന്നപ്പോഴാണ് സിംഹാചലം സർ അദ്ദേഹത്തിന് ഈ വെസ്റ്റീജ് ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. അപ്പോ ആ പ്ലാൻ കേട്ടപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു പ്രതികരണം? സംശയം. ഒരുപാട് സംശയങ്ങളായിരുന്നു. കാരണം ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, MBA പകുതിക്ക് വെച്ച് നിർത്തി. അങ്ങനെയുള്ള തനിക്ക് ഈ പറയുന്ന സോപ്പ്, പേസ്റ്റ്, ഷാമ്പൂ ഒക്കെ വിറ്റിട്ട് എങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ശരിയാണ്, അത് സ്വാഭാവികമായും തോന്നാവുന്നൊരു സംശയമാണ്. അതെ, കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് പലരും കഷ്ടപ്പെടുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒട്ടും വിശ്വാസം തോന്നിയില്ല, ഒരു താല്പര്യവും കാണിച്ചില്ല. എന്നിട്ടും അദ്ദേഹം ഇതിലേക്ക് വരാൻ തീരുമാനിച്ചു. എന്തായിരുന്നു കാരണം? ആ സുഹൃത്ത് നിർബന്ധിച്ചിട്ടാണോ? അതൊരു ഘടകം മാത്രം. മമതാ മേഡത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ വെറുതെ ഒന്നിനും വിളിക്കില്ല എന്നൊരു തോന്നല്. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട കാരണം വീട്ടിലെ അവസ്ഥയായിരുന്നു. വരുമാനമൊന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ നടക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യ ഭവാനിയുമായി വഴക്ക് പതിവായി. ആർക്കും മുഖത്തു നോക്കാൻ പറ്റാത്തൊരവസ്ഥ, മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു പ്രതിസന്ധി. ശരി. ആ സമയത്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഒരു സാധാരണ ജോലിക്ക് നമ്മൾ ദിവസം 8 മണിക്കൂറോ അതിൽ കൂടുതലോ കഷ്ടപ്പെടാൻ തയ്യാറാണല്ലോ. അതേ അധ്വാനം, അതേ സമയം എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ കൊടുത്തുകൂടാ? ഒരു ശ്രമം നടത്തി നോക്കാം എന്ന ചിന്ത. അതെ, ഒരുപക്ഷെ വിജയിച്ചാലോ? വീട്ടിലെ ആ ഒരു പ്രഷറിൽ നിന്നൊരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു ആ തീരുമാനം. ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നൊരു ചിന്ത. അങ്ങനെയാണ് വെസ്റ്റീജിൽ ചേരുന്നത്. ഈ വെസ്റ്റീജ് പ്ലാനിൽ അദ്ദേഹത്തെ ആകർഷിച്ച പ്രത്യേക കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം? ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒന്ന് ഈ സെക്യൂരിറ്റി ഇൻകം എന്ന ആശയമാണ്. സെക്യൂരിറ്റി ഇൻകം അതെന്താണ്? അതായത് താനൊരു ടീമിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് സജീവമായി ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ ടീമിന്റെ പ്രവർത്തനത്തിലൂടെ കുടുംബത്തിനൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും എന്നൊരു സാധ്യത. ഭാവിയിലേക്കുള്ളൊരു വരുമാന ഉറപ്പ്. അതെ, ആ ഒരു ഭാവി സുരക്ഷിതത്വം അത് അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. കാരണം സാധാരണ ജോലികളിൽ നിന്ന് റിട്ടയർ ആയാൽ പിന്നെ വരുമാനം നിൽക്കുമല്ലോ. ഇവിടെ അങ്ങനെയല്ല എന്ന ചിന്ത ഒരു പുതിയ പ്രതീക്ഷ കൊടുത്തു. അത് ശരിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില സ്വപ്നങ്ങളും ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും.
നല്ല വരുമാനം, ഒരു കാറ്, സ്വന്തമായി നല്ലൊരു വീട്, ഇതൊക്കെ എല്ലാവരെയും പോലെ അദ്ദേഹത്തിന്റെയും സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും അതൊന്നും നടക്കില്ലെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ആ സമയത്താണ് വെസ്റ്റീജ് വരുന്നത്. ഒരുപക്ഷേ ഈ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഇതൊരു ലളിതമായ വഴിയായിരിക്കാം എന്ന് അദ്ദേഹം കരുതി കാണും. മറ്റുള്ളവരുടെ വിജയകഥനവും പ്രചോദനമായിട്ടുണ്ടാവാം അല്ലേ? തീർച്ചയായും. അവർക്ക് സാധിക്കുമെങ്കിൽ തനിക്കും സാധിക്കും എന്നൊരു വിശ്വാസം അത് വളരെ വലുതാണ്. ശരി. അപ്പോ വെസ്റ്റീജിൽ ചേർന്നു. പിന്നെ എന്തായിരുന്നു? പിന്നെ കാണുന്നത് വലിയ പ്രയത്നമാണ്. ബിസിനസ്സിൽ മുഴുവനായും മുഴുകി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ 6 മണിക്ക്? അതെ, തിരിച്ചെത്തുന്നത് രാത്രി 1 മണി 2 മണിയൊക്കെ ആവുമ്പോഴാണ്. ഏതാണ്ട് 18-20 മണിക്കൂർ. അതെ, അത്രയും സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ചു. കൂടുതൽ ആളുകളിലേക്ക് ഈ പ്ലാൻ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത്രയും വലിയൊരു അർപ്പണബോധം. ശരിക്കും. തുടക്കത്തിൽ ഒരുപാട് എതിർപ്പുകളും കളിയാക്കലുകളുമൊക്കെ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോയി. ആ പ്രയത്നത്തിന് ഫലമുണ്ടായോ? ഫലമുണ്ടായി. കണക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. 2021 മാർച്ചിൽ അദ്ദേഹം സ്റ്റാർ ഡയറക്ടർ എന്ന ലെവലിലെത്തി. ഓക്കെ, അപ്പൊ വരുമാനം? അന്ന് മാസവരുമാനം ഏകദേശം 23,000 രൂപയായിരുന്നു. വെറും 9 മാസത്തിനുള്ളിൽ ഒരു വലിയ മാറ്റം വന്നല്ലോ. അതെ, അതേ വർഷം ഡിസംബർ ആയപ്പോഴേക്കും അദ്ദേഹം ഡയമണ്ട് ഡയറക്ടർ എന്ന പൊസിഷനിലെത്തി. ഡയമണ്ട് ഡയറക്ടർ? അപ്പോഴേക്കും മാസവരുമാനം 56,000 രൂപയായി ഉയർന്നു. കൊള്ളാം. ഇത് ശരിക്കും ആ ടീം വളരുന്നതിന്റെയും ബിസിനസ് കൂടുന്നതിന്റെയും സൂചനയാണ്. അതെ, അവിടെ നിന്നങ്ങോട്ട് പിന്നെയും വളർച്ചയായിരുന്നു. പടിപടിയായി ഉയർന്ന് വെസ്റ്റീജിലെ തന്നെ ഉയർന്ന റാങ്കുകളിൽ ഒന്നായ DCD, അതായത് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന നേട്ടം വരെ എത്തി. DCD, അത് വലിയൊരു നേട്ടം തന്നെ. തീർച്ചയായും. അതിനർത്ഥം വലിയൊരു ടീമിനെ നയിക്കുന്നു, സ്ഥിരമായി ഉയർന്ന ബിസിനസ് വോളിയം നിലനിർത്തുന്നു എന്നൊക്കെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രയത്നത്തിന്റെയും അദ്ദേഹം പിന്തുടർന്ന ആ സിസ്റ്റത്തിന്റെയും വിജയമാണ്. ഈ യാത്രയിൽ പ്രചോദനമായ ചില ലീഡർമാരുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ടല്ലോ. തങ്കേലപ്പള്ളി ശ്രീനിവാസ് സർ, സലീം സർ. അത് വളരെ പ്രധാനമാണ്. അവരുടെയൊക്കെ വിജയകഥകൾ, പ്രത്യേകിച്ചും സമാനമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന് വിജയിച്ചവരുടെ അനുഭവങ്ങൾ, അത് അദ്ദേഹത്തിന് വലിയൊരു ആത്മവിശ്വാസം കൊടുത്തു. അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നൊരു ചിന്ത. അതെ, ആ ചിന്ത ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. പിന്നെ മിഷൻ 90 ഡേയ്സ് പോലുള്ള ചില പ്രോഗ്രാമുകൾ പിന്തുടരുന്നു. ഒരു വ്യക്തമായ പ്ലാനോടെയാണ് പ്രവർത്തിച്ചത്. ഓരോ ഘട്ടത്തിലും ലക്ഷ്യങ്ങൾ വെച്ച് അത് നേടാൻ ശ്രമിച്ചു. ഇവിടെയാണ് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നത്, അല്ലേ? ഈ വിന്നിംഗ് ടീം പോലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത്? ശരിയാണ്. ഇത്തരം ബിസിനസ്സുകളിൽ ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന് വലിയ പങ്കുണ്ട്. വിന്നിംഗ് ടീം പോലുള്ളവയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പുതിയതായി വരുന്നവരെ ട്രെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, മോട്ടിവേഷൻ നൽകുക, ഇതൊക്കെയാണ്. ഓക്കെ. താൻ ഒറ്റയ്ക്കല്ല, കൂടെ ആളുകളുണ്ട് എന്നൊരു തോന്നൽ, അത് പ്രതിസന്ധികളിൽ വലിയൊരു സഹായമാണ്. അതെ, ശ്രീനിവാസിന്റെ കാര്യത്തിലും ഈ സിസ്റ്റം ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് കരുതാം. തീർച്ചയായും. അദ്ദേഹം മുൻപത്തെ ജോലിയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുന്നുണ്ടല്ലോ അഭിമുഖത്തിൽ. 15 വർഷം പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തിട്ടും കിട്ടാത്ത കാര്യങ്ങൾ വെറും 5 വർഷം കൊണ്ട് വെസ്റ്റീജിലൂടെ കിട്ടിയെന്ന്. ആ താരതമ്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ആ 15 വർഷം താൻ ജോലി ചെയ്തത് മറ്റാരുടെയോ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതിലൂടെ സാമ്പത്തിക ഭദ്രത കിട്ടി എന്ന് മാത്രമല്ല, വലിയ സംതൃപ്തിയും സന്തോഷവും കിട്ടി എന്ന് പറയുന്നു. ആ ഒരു സംതൃപ്തി പ്രധാനമാണ്. അതെ, ഇന്ന് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭയങ്കര ആവേശത്തിലാണെന്നും ഓരോ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിജയത്തില് ഭാര്യ ഭവാനിയുടെ പങ്ക്, തുടക്കത്തിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ മാറി? തുടക്കത്തിൽ സ്വാഭാവികമായും എതിർപ്പുണ്ടായിരുന്നു. ഭർത്താവ് വരുമാനമൊന്നുമില്ലാതെ ഇതിന്റെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ ഏത് ഭാര്യയ്ക്കുമുണ്ടാകുന്ന ഒരു ആശങ്ക. വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. ശരി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ആവേശവും പിന്നെ ആദ്യത്തെ വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങിയതും കണ്ടപ്പോൾ അവരുടെ മനോഭാവം മാറി. അവർ ഫുൾ സപ്പോർട്ടായി കൂടെ നിന്നു. വെറുമൊരു വീട്ടമ്മയായി ഒതുങ്ങാതെ അവരും ഈ ബിസിനസ്സിൽ ആക്റ്റീവ് പാർട്ട്ണറായി മാറി. ഓക്കെ. 2 ഹൃദയങ്ങൾ, ഒരേ ലക്ഷ്യം, 2 ഹാർട്ട്സ് 1 ഗോൾ എന്ന രീതിയിലാണ് പിന്നെ പ്രവർത്തിച്ചത് എന്ന് ഭവാനി തന്നെ പറയുന്നുണ്ട്. ഭർത്താവിന്റെ ഈ വിജയത്തിൽ തനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അവർക്കിപ്പോൾ വലിയ അഭിമാനമുണ്ട്. അവരും ഇപ്പോൾ ഈ ബിസിനസ്സിൽ സജീവമാണ്. കൊള്ളാം. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് പ്രധാനമായും മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, നമുക്ക് സ്വന്തമായി ഒരു ലക്ഷ്യം വേണം എന്നുള്ളതിന്റെ പ്രാധാന്യം. സ്വന്തമായി ഒരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ അവസാനം മറ്റാരുടെയൊക്കെയോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുക്കേണ്ടി വരും എന്നൊരു ചിന്ത ഈ അനുഭവം തരുന്നുണ്ട്. ശരിയാണ്. 2, വെസ്റ്റീജ് പോലെയുള്ള ഡയറക്റ്റ് സെല്ലിംഗ് അവസരങ്ങൾ സാധാരണക്കാർക്ക് പോലും സ്വന്തം സ്വപ്നങ്ങൾ നേടാൻ ഒരു ലളിതമായ വഴി ഒരുക്കുന്നുണ്ട് എന്നാണ് ഈ അഭിമുഖം കാണിക്കുന്നത്. ലളിതമായ വഴി. അതായത് സിസ്റ്റം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ വർഷങ്ങളോളം സാധാരണ ജോലികളിൽ നിന്ന് കിട്ടാത്ത ഒരു സാമ്പത്തിക വളർച്ചയും ജീവിതത്തിലെ സംതൃപ്തിയും ഇതിലൂടെ നേടാൻ പറ്റുമെന്നാണ് ഈ അനുഭവം നമ്മളോട് പറയുന്നത്. പിന്നെ ആ സെക്യൂരിറ്റി ഇൻകം എന്ന ആശയം, ഭാവിയിലേക്കുള്ളൊരു വരുമാന ഉറപ്പ്, ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. സാമ്പത്തികമായി അത്ര ഉറപ്പില്ലാത്തൊരു കാലഘട്ടമാണല്ലോ അത്. അപ്പോൾ അങ്ങനെയൊരു സാധ്യത അത് പലർക്കും ആകർഷകമായി തോന്നാം. തങ്ങളുടെ കാലശേഷവും കുടുംബത്തിനൊരു വരുമാനം ഉറപ്പാക്കുക എന്നത് അത് വലിയൊരു കാര്യമാണ്. അതെ. ഡയറക്ട് സെല്ലിംഗ് മോഡലുകൾ ഈ ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായും അത് എത്രത്തോളം നടപ്പാകുന്നു എന്നത് ആ വ്യക്തിയുടെ പരിശ്രമത്തെയും ആ സിസ്റ്റത്തിന്റെ കെട്ടുറപ്പിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും.
അപ്പോ ജാലശ്രീനിവാസിന്റെയും ഭവാനിയുടെയും ഈ ജീവിതകഥ നമ്മൾ കേട്ടു. കടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞൊരു ഭൂതകാലത്ത് നിന്ന് ശരിയായൊരു അവസരം കിട്ടിയപ്പോ അതിൽ വിശ്വസിച്ച് പ്രയത്നിച്ച് വിജയം നേടിയ ഒരാളുടെ ചിത്രം. അതെ, വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോം, പിന്നെ വിന്നിംഗ് ടീം പോലെയുള്ള സപ്പോർട്ട് സിസ്റ്റംസ്, ഇതൊക്കെ എങ്ങനെ ഒരാളുടെ വളർച്ചയെ സഹായിച്ചു എന്നും ഈ അനുഭവം കാണിച്ചു തരുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്ന ആശയം, അതിന്റെ സാധ്യതകൾ, അതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു വിശ്വാസം, അതൊക്കെ ഈ അഭിമുഖത്തിൽ വ്യക്തമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഇതുപോലുള്ള അവസരങ്ങൾ തങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്ന്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്നുകൂടി ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുമോ? അതോ പുതിയ വഴികൾ വലുതും തേടേണ്ടതുണ്ടോ? ജീവിതത്തിൽ ശരിക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജാലശ്രീനിവാസിന്റെ ഈ അനുഭവം ഒരു പ്രചോദനമായേക്കാം. ഏതൊരു അനുഭവത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ വിവരങ്ങൾ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. തീർച്ചയായും.